നെഞ്ചുവേദന. നമുക്ക് സാധാരണ നെഞ്ചുവേദന വന്നാൽ അറ്റാക്ക്, അതാണ് നമ്മുടെ ഒരു അറിവ്. ECG എടുക്കുക, അതിനകത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റാക്കില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറ്റാക്കുണ്ട്. എന്നാൽ നെഞ്ചുവേദന പല അസുഖങ്ങളിലും വരാം. നമ്മുടെ നെഞ്ചിൻ്റെ എല്ല് പേശിയിൽ വരുന്ന അസുഖങ്ങളിൽ നെഞ്ചുവേദന വരാം. ശ്വാസകോശത്തിനൊരു ആവരണമുണ്ട്, ആ ആവരണത്തിന് നീരോ ഇൻഫെക്ഷനോ വന്നാൽ നെഞ്ചുവേദനയായിട്ട് വരാം. ശ്വാസകോശത്തിലൊരു ന്യൂമോണിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷനോ വന്നാലും ആവരണത്തിന് നീര് വന്നിട്ട് വേദന അനുഭവപ്പെടാം. ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നാൽ, ഹൃദയത്തിൻ്റെ ആവരണത്തിൽ നീര് വന്നാലും അറ്റാക്ക് പോലെ വന്നാലും വേദന അനുഭവപ്പെടാം. അപ്പം നെഞ്ചുവേദനയായ ഒരു രോഗി വന്നാൽ നമ്മൾ ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് മാത്രമല്ല, വേറെ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുള്ളതും ഉറപ്പുവരുത്തണം. അപ്പം നിങ്ങൾ കെയർ ആൻഡ് ക്യൂർ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു എക്സ്റേയും ECGയും എടുത്തതിന് ശേഷം എക്സ്റേയിൽ ശ്വാസകോശവും ഞാൻ നേരത്തെ പറഞ്ഞ ആവരണത്തിൻ്റെ റിലേറ്റഡായിട്ട് വെള്ളക്കെട്ടോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്നുള്ളതും നോക്കുകയും ECGയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളതും ആയിരിക്കും ആദ്യം നോക്കുന്നത്. എന്നാൽ അവിടെ നിർത്തിയാൽ നമുക്ക് പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ പാടുവരും. കാരണം പലപ്പോഴും നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് വരുന്ന, എന്നുവെച്ചാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ അറ്റാക്ക് എന്ന് പറഞ്ഞാലും പലപ്പോഴും വയറിലുള്ള പാൻക്രിയാസ് ഗ്രന്ഥിയെ ബാധിക്കുന്ന അസുഖങ്ങൾ, പിത്ത ആശയത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ, ആമാശയത്തെ ബാധിക്കുന്ന അസുഖങ്ങൾക്കൊക്കെ നെഞ്ചുവേദനയായിട്ട് തന്നെ വരാം. അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ പലപ്പോഴും രക്തപരിശോധനകളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ഹൃദയ സംബന്ധമായ അറ്റാക്ക് പോലെ അസുഖമുണ്ടോ എന്നുള്ള രക്തപരിശോധനയോട് കൂടി തന്നെ പലപ്പോഴും വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ സംശയമുണ്ടെങ്കിൽ അതിൻ്റെ പരിശോധനയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതേ സമയത്ത് തന്നെ ശ്വാസകോശത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണോ, ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണോ, വയറിൻ്റെ ബുദ്ധിമുട്ടാണോ എന്നറിയാൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു മാർഗം നമ്മുടെ ബെഡ് സൈഡ് അൾട്രാസൗണ്ടാണ്. അത് റേഡിയോളജിസ്റ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു അൾട്രാസൗണ്ട് അല്ല. ഇപ്പം ലോകത്തെ എല്ലായിടത്തും ചികിത്സ അൾട്രാസൗണ്ട് ഗൈഡഡ് ആണ്. അൾട്രാസൗണ്ട് വെച്ച് നോക്കി മനസ്സിലാക്കി നമ്മൾ ചികിത്സ ആ രോഗിയുടെ ബെഡ് സൈഡിൽ തന്നെ തീരുമാനമെടുക്കുക. അങ്ങനെയാണ് ചികിത്സാ പ്രക്രിയ. അപ്പം നമ്മൾ കെയർ ആൻഡ് ക്യൂറിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുന്ന രോഗിയെ നമ്മൾ അൾട്രാസൗണ്ട് വെച്ച് ശ്വാസകോശത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, വെള്ളക്കെട്ടായിട്ടുണ്ടോ, ചില ന്യൂമോണിയകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ന്യൂമോണിയകളും നമുക്ക് അൾട്രാസൗണ്ടിൽ കാണാൻ പറ്റത്തില്ല. ഹൃദയത്തിൻ്റെ പേശിക്ക് വ്യത്യാസമുണ്ടോ, വാൽവിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ, പമ്പിങ്ങിന് ബുദ്ധിമുട്ടുണ്ടോ, അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ വല്ലതും എക്കോയിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ, വയറിൻ്റെ പരിമിതമായ ഭാഗങ്ങൾ വയറിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കും. അപ്പം ഏകദേശം ഒരു രൂപം കിട്ടും. ആ രൂപം കിട്ടിയതിന് ശേഷമായിരിക്കും നമ്മുടെ ചികിത്സ നമ്മൾ മുമ്പോട്ട് നീക്കുന്നത്. അപ്പോൾ നെഞ്ചുവേദനയായിട്ട് വന്നാൽ ഒരു ECG എടുത്ത് നിർത്തുന്നതിൽ കാര്യമില്ല. എക്സ്റേയും ECGയും ആദ്യപടിയായി എടുത്തതിന് ശേഷം നമ്മുടെ അസുഖത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ വേദനയുടെ രീതി അനുസരിച്ചിട്ട് വേണ്ട രക്തപരിശോധനകളും ചെയ്ത് ഈ പറയുന്ന ബെഡ് സൈഡ് നമ്മുടെ രോഗിയുടെ കിടക്കയുടെ അടുത്ത് ഉള്ള ഡോക്ടർ ചെയ്യുന്ന ആ പ്രാഥമികമായിട്ടുള്ള അൾട്രാസൗണ്ടും ചെയ്ത് വേണം രോഗനിർണയം നടത്താനായിട്ട്. ഇതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ കുമളി കെയർ ആൻഡ് ക്യൂർ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർമാരെ ബെഡ് സൈഡ് അൾട്രാസൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് ഉള്ള ഡോക്ടർമാരെയാണ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പം നെഞ്ചുവേദനയായിട്ട് വരുന്ന രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒരു ECGയിൽ പലപ്പോഴും എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ രോഗലക്ഷണം അനുസരിച്ച് ബാക്കി പരിശോധനകളും ഡോക്ടർ നിർദ്ദേശിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.